ആങ്കർമാരെന്ന് പറഞ്ഞാൽ കുലസ്ത്രീകളെ പോലെ സാരി എടുത്ത് മാന്യമായി മലയാളം മാത്രം സംസാരിച്ച് വരുന്ന ആങ്കർമാരെ കാണുന്ന ഒരു സമയത്ത് നിങ്ങൾ കുറച്ചൊക്കെ മോഡേൺ ആയിട്ട് ചേച്ചിയും രഞ്ജിനിയും ഹരിദാസും അല്ലെ അതുപോലുള്ള ആൾക്കാരൊക്കെ സ്ട്രഗിൾ ചെയ്ത്, അതായത് അന്ന് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ആണെങ്കിലും ഒരുപാട് നെഗറ്റീവ്സ് ഒക്കെ കേട്ടാണ് നിങ്ങൾ ആ പ്രോഗ്രാമിൽ കുറച്ച് മോഡേൺ ആയിട്ടൊക്കെ ചെയ്തു തരുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയുള്ള ആങ്കർമാരെ ആണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അപ്പൊ ആ ഒരു സ്ട്രഗിൾ അതിനെ ഇപ്പോ എങ്ങനെ അതിനെ നോക്കിക്കാണുന്നത്? ആ സമയത്ത് ഞാൻ കുറെ സ്ട്രഗിൾ ചെയ്തു. കാരണം ഞാനിവിടെ വന്നത് എൻ്റെ പേഴ്സണാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ പ്രൊഡ്യൂസറിനെ സെലക്ട് ചെയ്തത് ആ ഷോ ഹോസ്റ്റ് ചെയ്യാൻ. അപ്പൊ ഞാൻ ഐ കെയിം ആസ് ശ്രുതി മേനൻ. ഞാനിവിടെ വന്നിട്ട് മറ്റൊരാളായിട്ട് മാറാനല്ല. ദാറ്റ് വാസ് നോട്ട് വെയർ, ദാറ്റ് വാസ് നോട്ട് ദി എയിം. സോ ഞാനിത് അറിഞ്ഞില്ല ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ വന്നിട്ട് ഇത്രയും നെഗറ്റീവായ ബാക്ക്ലാഷ് എനിക്ക് കിട്ടുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആൻഡ് പ്ലസ് ഞാൻ ബോംബെയിൽ താമസിക്കുന്ന കാരണം നെഗറ്റീവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അത്ര അറിഞ്ഞില്ല. ആൻഡ് ഐ തിങ്ക് ഇൻ എ വേ ദാറ്റ് വാസ് വെരി ഗുഡ്. കാരണം അത് മനസ്സിൽ തട്ടിയാൽ പിന്നെ നമ്മുടെ കോൺഫിഡൻസ് ബൂം എല്ലാം പോകും. പക്ഷെ നേരെ മറിച്ച് ഇവിടെ വരുന്ന ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുറെ പരിഹാസിച്ചിട്ടുണ്ട് ആൾക്കാർ, കുറെ നെഗറ്റീവായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഷൂട്ടിൽ കരഞ്ഞിട്ട് കൂടിയിട്ട് അങ്ങനത്തെ പിന്നെ ലാംഗ്വേജിൽ അത്ര ബലമുണ്ടായിരുന്നില്ല ആ സമയത്ത്. സോ പക്ഷെ ഇതൊക്കെ ഐ തിങ്ക് ദിസ് ഇസ് വാട്ട് മേക്സ് ബിൽഡ്സ് യുവർ ക്യാരക്ടർ. അതായത് ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഐ നോ ഹൗ ടു ഹാൻഡിൽ ഇറ്റ്. അപ്പോൾ ചെറുപ്പമായിരുന്നു. ദിസ് ഇസ് വെരി നോർമൽ ഡിഫിക്കൽട്ടി. അത്ര എല്ലാവരും ലൈഫ് അത്രയും ഈസിയായ ലൈഫ് കിട്ടിയാൽ ഇറ്റ്സ് ബോറിങ്. കുറച്ചൊന്ന് അപ്പ് ആൻഡ് ഡൗൺ, കുറച്ചൊന്ന് സ്ട്രഗിൾ എല്ലാവർക്കും വേണം. ആൻഡ് സ്ട്രഗിൾ ചെയ്ത് കിട്ടുന്ന ഫൈനൽ പ്രൊഡക്റ്റ് നൗ ഇൻ സച്ച് എ കംഫർട്ടബിൾ പ്ലേസ്. ഇതുപോലെ തന്നെ മീഡിയനെ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, മലയാളം അറിയില്ല, പിന്നെ ഞാൻ സംസാരിക്കുന്ന ചില വാക്കുകൾ അതെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചിലർ പറയോ ഇവിടെ എന്താണ് സ്റ്റൂളിന്റെ മേലെ, എനിക്ക് ഹൈ ഹീൽസ് ഇഷ്ടമാണ്, ഐ ലൈക്ക് ഹൈ ഹീൽസ്. സ്റ്റൂളിന്റെ മേലിൽ നിന്നിട്ട് എന്തിനാണ് സംസാരിക്കുന്നത്? കാരണം അവർക്ക് ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അവരെ ഇന്റിമിഡേറ്റ് ചെയ്യുന്ന ഒരു അവതാരകയായിട്ട് ഞാൻ വന്നു. സോ വാട്ട് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് യു സ്റ്റാർട്ട് മേക്കിംഗ് ഫൺ. അത് അവരുടെ ബുദ്ധി കുറവാണ്. So it was like that. But I thought it was very foolish. So today I'm in a much better place. And അതേ മീഡിയ എന്നോട് എൻ്റെ ഫാഷൻ സെൻസിനെ കുറിച്ച് ചോദിക്കുന്നു, പെൺകുട്ടികളൊന്ന് ചോദിക്കുന്നു, ഇഷ്യൂസ് എവിടുന്ന മേടിച്ചത്, ആ മേക്കപ്പ് എവിടുന്ന മേടിച്ചത്, സയൻസ്. Of course, ഞാൻ കുറേ എന്നെ സോഷ്യൽ മീഡിയയിൽ ട്രോൾസ് വന്നിട്ട് അത് പറയും. ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു ആൾ എന്നെ ഫോളോ ചെയ്യുന്ന അറിയില്ല. പക്ഷെ ഇപ്പോൾ ട്രോൾ വന്നാൽ ഞാൻ നേരെ തിരിച്ചു കൊടുക്കും. ആൻഡ് ഐ തിങ്ക് അബൌട്ട് 2 years ago ഞാൻ ശരിക്കും കൊടുക്കുമായിരുന്നു. ബിക്കോസ് they used to talk smack about my mother, my body. എൻ്റെ ബോഡിയെ കുറിച്ച് വൃത്തികേട് പറയാം, എൻ്റെ അമ്മയെ കുറിച്ച് വൃത്തികേട് പറയാം, എൻ്റെ ഫാമിലിയെ കുറിച്ച് വൃത്തികേട് പറയാം. അപ്പം ഞാനും അതേപോലെ തന്നെ ട്രോളിങ് ട്രീറ്റ്മെൻറ്റ് അവിടെയും അമ്മയെ വിളിച്ച്, ആ ചേച്ചിയെ വിളിച്ച്, അനിയത്തെ വിളിച്ച്, നിന്റെ അമ്മയുടെ no, അതല്ല ശരിയല്ല ഞാൻ പറയുന്നത്. No, I used to say what your mother has is exactly what every other woman has. You comment on my body, I'm a woman. If your mother has the same thing, and hasn't she taught you any manners? അതുപോലെ തുടങ്ങിയപ്പോൾ ശരിക്കും ട്രോളിങ് ഹാസ് ലൈക്ക് വാനിഷ്ഡ്. ഇപ്പം ആരൊന്നും പറയില്ല. ഇപ്പം ഞാനും എനിക്ക് അത്ര ദേഷ്യമൊന്നും വരാറില്ല. കുറച്ച് മെച്ചോറിറ്റി ഒക്കെ വന്നപ്പോൾ ഇറ്റ്സ് ടെറിബിൾ ഗൈസ്. ദാറ്റ്സ് ഓൾ. സോഷ്യൽ മീഡിയയിൽ ടാർഗറ്റ് ചെയ്യുന്ന റീസെന്റ് ആയിട്ട് ഇപ്പൊ ബിരിയാണിയുടെ അങ്ങനെ വന്നിട്ടുണ്ട്. അതേപോലത്തെ കുറച്ച് പോർഷൻസ് ഇതിന് വന്നിട്ടുണ്ട്. പക്ഷെ അത് സിനിമയുടെ കണ്ടന്റ് ആണ്, പോർഷൻ സിനിമക്ക് ആവശ്യമുള്ളതാണെന്ന് രീതിയിൽ ചിന്തിക്കാതെ പക്ഷെ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഇനി അങ്ങനെ വരുന്നോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ചൊരു പേടിയോ ഉണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനത്തെ ഒരു പേടിയൊന്നുമില്ല. കാരണം there's no point. ചില ആൾക്കാർക്ക് ചെയ്യുന്നത് ടെക്നോളജി. The biggest scariest part of today's world is having an internet connection in a fool's hand. അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യുന്നവർ ചെയ്തുകൊണ്ടിരിക്കണം. But just to tell everybody that people will continue. I've stopped bothering. എനിക്ക് അങ്ങനത്തെ ഒരു പേടിയൊന്നും ഇല്ല ഇപ്പോൾ.